കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപിയുടെ വീട്ടിൽ മോഷണം. കൊല്ലം മാടനടയിലുള്ള കുടുംബ വീട്ടിലാണ് മോഷണം നടന്നത്. വീടിനോട് ചേർന്ന ഷെഡിൽ നിന്ന് പൈപ്പുകളും പഴയ പാത്രങ്ങളുമാണ് മോഷണം പോയത്. സംഭവത്തിൽ രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇവരെ ചോദ്യം ചെയ്ത് വരികയാണ്. ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് മോഷണ വിവരം പുറത്തറിയുന്നത്. വീടിനോട് അടുത്തു തന്നെയുള്ള ഷെഡിൽ നിന്നാണ് സാധനങ്ങൾ മോഷണം പോയത്. ഈ ഷെഡ് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. ഗ്രിൽ തകർത്താണ് മോഷ്ടാക്കൾ ഉള്ളിൽ കടന്നത്. ചൊവ്വാഴ്ച ഈ വീട്ടിൽ ഒരു ബന്ധു എത്തിയിരുന്നു. അവരാണ് ഗ്രിൽ തകർത്ത നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് പോലീസിൽ വിവരമറിയിച്ചു. അതേസമയം എപ്പോഴാണ് മോഷണം നടന്നത് എന്ന് വ്യക്തമല്ല. പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. CCTV ദൃശ്യങ്ങളടക്കം പരിശോധിക്കുകയും ചെയ്യും. അതേസമയം സംഭവത്തിൽ സുരേഷ് ഗോപി ഔദ്യോഗികമായ പ്രതികരണം നടത്തിയിട്ടില്ല. റഷ്യയിൽ കുടുങ്ങിയ തൃശൂർ സ്വദേശികളുടെ മോചനത്തിനായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലും എത്തിയിരുന്നു. ജോലിക്കെന്ന വ്യാജേന റഷ്യയിലെത്തിച്ച് യുദ്ധമുഖത്തേക്ക് അയച്ചെന്ന യുവാക്കളുടെ കുടുംബത്തിന്റെ പരാതിക്ക് പിന്നാലെയായിരുന്നു സുരേഷ് ഗോപിയുടെ ഇടപെടലും കഴിഞ്ഞ ദിവസം ഉണ്ടായത്. രണ്ടുപേരുടെയും മോചനത്തിനായി എംബസി മുഖേന ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. ജെയിൻ, ബിനിൽ എന്നിവരാണ് റഷ്യയിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഇവരുടെ മോചനത്തിനായി സകല വഴിയും തേടുകയാണ് കുടുംബങ്ങൾ. ഇതിനിടയിലാണ് അപേക്ഷയുമായി സുരേഷ് ഗോപിയെ സമീപിച്ചത്. ശനിയാഴ്ച രാത്രിയോടെ ഇവരുടെ അപേക്ഷ സുരേഷ് ഗോപിക്ക് ലഭിച്ചിരുന്നു. ആവശ്യമുന്നയിച്ച് എംബസിക്ക് കത്തയച്ചിട്ടുണ്ടെന്നും അവരുടെ മറുപടി ലഭിക്കേണ്ടതുണ്ടെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. അതേസമയം IT മെക്കാനിക്കൽ ഡിപ്ലോമക്കാരനായ ബിനിൽ, ജെയിൻ എന്നിവരെ ഇലക്ട്രീഷ്യൻ, പ്ലംബർ ജോലിക്കായിട്ടാണ് ഏപ്രിൽ 4 റഷ്യയിലേക്ക് അയച്ചത്. എന്നാൽ അവിടെ എത്തിയപ്പോൾ അവരുടെ ഇന്ത്യൻ പാസ്പോർട്ടുകൾ കണ്ടുകെട്ടുകയായിരുന്നു. തുടർന്ന് ഇവരെ റഷ്യൻ മിലിറ്ററി സപ്പോർട്ട് സർവീസിന്റെ ഭാഗമായി യുദ്ധമേഖലയിലേക്ക് വിന്യസിച്ചെന്ന് ബിനിലിന്റെ ഭാര്യ ജോയ്സി പറഞ്ഞു. ബിനിലിനും ജെയിനും റഷ്യയിൽ പ്രതിമാസം 2 ലക്ഷം രൂപ ശമ്പളം വാഗ്ദാനം ചെയ്തിരുന്നെങ്കിലും ഇതുവരെ പണം ലഭിച്ചിട്ടില്ലെന്നും അവർ പറഞ്ഞു. ശമ്പളം ലഭിക്കുന്നുണ്ടോ എന്ന് വ്യക്തമല്ല. പക്ഷേ ഇതുവരെ 1 രൂപ പോലും വീട്ടിലേക്ക് അയക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും ജോയ്സി വ്യക്തമാക്കുകയും ചെയ്തു.